പത്രമാറ്റിന്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടക്കുകയും ആ കേസിൽ പ്രതികളായ ഗുണ്ടകളെയൊക്കെ ജയിലിലേക്ക് അയക്കുന്നുമുണ്ട്. നമ്മുടെ നവീൻ വക്കീലാണ് ആ കേസ് കോടതിയിൽ എത്തിയപ്പോഴേക്കും അനുകൂലമായ ഒരു വിധി നന്ദുവിന് നേടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഗുണ്ടകൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്തു. പക്ഷേ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ഗുണ്ടകൾ നന്ദുവിന്റെ ഈ പ്രവൃത്തിയിൽ ദേഷ്യം സഹിക്കാനാവാതെ നന്ദുവിനെ തട്ടിക്കളയാനുള്ള പ്ലാൻ തന്നെ ചെയ്യുകയാണ്. അങ്ങനെ കേസിൽ വിജയിച്ച സന്തോഷവും അതുപോലെ തന്നെ ആ ഗുണ്ടകളെ ജയിലിലേക്ക് അയച്ചതിന്റെ സന്തോഷമൊക്കെ അറിയിക്കാനായിട്ട് നവീനെ വിളിച്ചിട്ട് നന്ദു ഒരു ട്രീറ്റ് തന്നെ ചെയ്യുന്നുണ്ട്. നവീനെ വിളിച്ചു വരുത്തി നവീൻ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് അവർ സന്തോഷത്തോടെ തന്നെ പിരിയുന്നുണ്ട് കേട്ടോ. എന്നാൽ നന്ദുവും നവീനും കണ്ടുമുട്ടിയതും നന്ദു ഇതുപോലൊരു ട്രീറ്റ് നവീനെ ചെയ്തതൊക്കെ അറിയുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ ആവുന്നുണ്ട്. ഇതറിയുമ്പോൾ എനിക്ക് ഓഫീസിലിരുന്നിട്ട് ഒരു സമാധാനവും ഇല്ലാട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും നവീൻ ആ സമയം കൂടെ തന്നെ പോയിരുന്നു. പിന്നെ നന്ദുവിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നവീനോട് തനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമല്ല ഉള്ളത്, പകരം നവീനോട് ഒരു മതിപ്പും സ്നേഹവും ഒക്കെയാണ് ഉള്ളതെന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ടെങ്കിലും എനിക്ക് അപ്പോഴും മനസ്സിൽ വിഷമം തന്നെയാണ്. കാരണം നവീനോട് ഇക്കാര്യം എങ്ങനെ പറയും? നവീന്റെ മനസ്സിലുള്ള പെണ്ണ് നന്ദു ആണെന്നുള്ള കാര്യം നന്ദുവിനോട് എങ്ങനെ പറയും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ആകെ കൺഫ്യൂഷനായി തന്നെ ഇരിക്കുകയാണ്. എന്നാൽ നിന്നോട് ഇനി സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല, എനിക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് കുറച്ചധികം വർക്കുകളൊക്കെ തീർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നന്ദു അവിടുന്ന് പോലീസ് ജീപ്പിലൊക്കെ കയറി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ആ ഗുണ്ടകള് നന്ദുവിനെ വാഹനം എടുപ്പിച്ച് കൊല്ലാനായിട്ട് നോക്കുന്നത്. അവൾ ഇങ്ങോട്ടേക്ക് എസ് ആയി വന്നതിന് ശേഷം നമ്മുടെ കഞ്ഞുകൂടി തന്നെ മുട്ടിയിരിക്കുക. മെയിൻ റോഡിലുള്ള നമ്മുടെ കടകളൊക്കെ അവൾ പൂട്ടിച്ചു. ഒരു പിരിവും ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ മൊത്തത്തിൽ ഇപ്പൊ വലഞ്ഞു തന്നെ ഇരിക്കുക. പോരാത്തതിന് നമ്മുടെ ചേട്ടന്മാരെയൊക്കെ അവളിപ്പോ അകത്താക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ നമ്മളെ ദ്രോഹിച്ചവളെ വെറുതെ വിട്ടാൽ എങ്ങനെയാ? അതുകൊണ്ട് അവക്കിട്ട് നല്ലൊരു കനത്ത് തിരിച്ചടി തന്നെ കൊടുക്കണം. നമ്മുടെ ചേട്ടന്മാര് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇവളുടെ മരണവാർത്ത അറിഞ്ഞ് അവർ സന്തോഷിക്കണം എന്നൊക്കെ തന്നെ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ ആ ഗുണ്ടകൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നന്ദു ഇതൊന്നും അറിയാതെ തന്നെ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. നന്ദുവും ബാക്കിയുള്ള പോലീസുകാരും വരുന്ന സമയത്ത് തന്നെ അവർ കാണാതെ ആ ഗുണ്ടകൾ ഒരു പിക്കപ്പ് വാനുമായിട്ട് മറഞ്ഞിരിക്കുകയായിരുന്നു. അവർ വരുന്ന കണ്ടപാടെ തന്നെ ഇവര് തയ്യാറായി നിൽക്കുകയായിരുന്നു. അവരുടെ പുറകെ തന്നെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ആ വണ്ടി ഇടിച്ചു തെറിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമ്പോഴേക്കും അവർ നല്ല സ്പീഡിൽ വന്നിട്ട് ആ പോലീസ് വണ്ടിക്കിട്ട് ഒരു ഇടി കൊടുക്കുന്നുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ വണ്ടി മറിയുകയാണ്. വണ്ടിക്കകത്തിരുന്ന ഡ്രൈവർക്കും നന്ദുവിനും കാര്യമായ പരിക്കുകളൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. ഡ്രൈവർ ആണെങ്കിൽ അത്യാവശ്യം സീരിയസ് ആയ കണ്ടീഷനിൽ തന്നെയാണ്. നന്ദുവിനെയും ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ അബോധാവസ്ഥയിൽ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും. അങ്ങനെ അവർ സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കുകയാണ് കേട്ടോ. ഇതുപോലൊരു അപകടം സംഭവിച്ച വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ വാർത്താ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിന്നു. ഈ വാർത്ത അനന്തപുരിയിൽ ആദ്യം അറിയുന്നത് ജലജയാണ് കേട്ടോ. ജലജ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂസിൽ ഈ വാർത്ത പറഞ്ഞത്. ഇത് അറിഞ്ഞതോടുകൂടി ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ജലജ സന്തോഷിച്ചിരിക്കുന്ന കാണുമ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അബി വരുമ്പോഴേക്കും അബിയോട് ഈ സന്തോഷ വാർത്ത പറയുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു വിവരം അറിയുന്നത് ഒരു ലോട്ടറി അടിച്ച സന്തോഷം പോലെ തന്നെയായിരുന്നു. അവൾ ഇതോടുകൂടി അങ്ങ് ചത്തു പോയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നാണ് കേട്ടോ അവർ രണ്ടുപേരും മനസ്സിൽ ആഗ്രഹിക്കുന്നതും. അങ്ങനെ അധികം വൈകാതെ തന്നെ നന്ദുവിന് അപകടം സംഭവിച്ചു എന്നുള്ള വാർത്ത അനന്തപുരിയിൽ എല്ലാവരും തന്നെ അറിയുന്നുണ്ട്. അബി നേരെ ചെന്നിട്ട് നവിയോട് ഈ വാർത്ത പറയുകയാണ് കേട്ടോ. നവിക്ക് ഇത് അറിയുമ്പോൾ ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ടെങ്കിലും നവി അപ്പോഴും നവിയുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ എനിക്ക് അധികം സന്തോഷമൊന്നുമില്ല. കാരണം എത്രയൊക്കെ പറഞ്ഞാലും അവൾ എന്റെ കൂടെപ്പിറപ്പല്ലേ. അവൾ എന്നെ ഇങ്ങനെയൊക്കെ ചതിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? പിന്നെ ഇങ്ങനൊരു കണ്ടീഷനിൽ അവളെ കുത്തി നോക്കുന്നതും ശരിയല്ലല്ലോ എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പൊ അബിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവൾ ഉടനെ തന്നെ പറയുന്നുണ്ട്, അപ്പോ നീയെല്ലാം മറന്നുപോയോ നവ്യേ? അവളാണ് എന്നെ ജയിലിലാക്കിയത്. ഈ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അവളാ. സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ഒരു പരിഗണന പോലും തരാതെയാ അവൾ എന്നെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചത്. അതൊക്കെ നീ മറന്നുപോയോ? അപ്പൊ ഇത്രയേ ഉള്ളൂല്ലേ നിനക്ക് എന്നോടുള്ള സ്നേഹം? ഇപ്പോഴും നിന്റെ അനിയത്തിമാരോട് തന്നെയാണല്ലേ നിനക്ക് കൂറ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഇല്ല അബി, ഒരിക്കലും ഇല്ല. അതൊക്കെ ഓർക്കുമ്പം എനിക്ക് അവളോട് ദേഷ്യം തന്നെയാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഇങ്ങനെ രണ്ട് അനിയത്തിമാരെ എനിക്കില്ലെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നതാ. പിന്നെ ഇതുപോലെ ഒരു വിവരം അറിയുമ്പം എങ്ങനെയാ ഒന്ന് പോകാതിരിക്കുന്നേ? എന്നാലും എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. എന്നിരുന്നാൽ പോലും അവളെ ഒന്ന് കാണണം, എനിക്ക് കണ്ടിട്ട് അവളോട് പറയണം, എന്നെ എന്റെ അഭിയോഗം നോവിച്ചതിന് ദൈവം നിനക്ക് തന്ന ശിക്ഷയാന്ന് എനിക്ക് അവളോട് പറയണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണേ. അതെങ്കിലും എനിക്ക് അവളുടെ മുഖത്ത് നോക്കി പറയണം എന്നൊക്കെ നമ്മുടെ അബിയെ സമാധാനിപ്പിക്കാനായിട്ട് നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ നന്ദുവിനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ആ സമയത്ത് അനന്തപുരിയിലെ എല്ലാവരും ഈ വാർത്ത അറിഞ്ഞ് ആകെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ കനകയും ഗോവിന്ദനും അനന്തപുരിയിൽ നിന്ന് നയനയും ദേവയാനിയും അതുപോലെ തന്നെ നമ്മുടെ അനിയും ഒക്കെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. എല്ലാവരും ചെന്ന പാട് തന്നെ ഭയങ്കര വിഷമത്തില് ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, നന്ദുവിന് എങ്ങനെയുണ്ട്, നന്ദു ഓക്കെ ആണോ,
കാര്യമായ പരിക്കുകളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് കാര്യമായ പരിക്കില്ല, എന്നാലും ആ ഡ്രൈവർക്ക് ഇച്ചിരി സീരിയസ് ആണ്. നന്ദുവും അബോധാവസ്ഥയിലാണ്. ബോധം തിരിച്ചു വന്നാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. 24 hours ഒബ്സർവേഷനിൽ തന്നെയാണ്. എന്നാലും ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവർക്കൊക്കെ അത് ഒരുപാട് വിഷമാവുന്നുണ്ട്. നയന ഇരുന്ന് കരയുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ദേവാനി നയനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോൾ ഇങ്ങനെ വിഷമിക്കേണ്ട, നന്ദുവിന് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് മോൾ വിഷമിക്കാതിരിക്കുന്ന തന്നെ പറയുകയാണ്. അനിയാണെങ്കിലും ആകെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. കുറച്ചു മുമ്പ് നന്ദുവിനെ കണ്ടു പിരിഞ്ഞതല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും കരുതിയില്ലല്ലോ. അതിന്റെ ഒരു വിഷമം നമ്മുടെ അനിക്ക് നന്നായിട്ടുണ്ട്. അനിയും ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു കരഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. നന്ദുവിന് അപകടം സംഭവിച്ചെന്നുള്ള വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ നവീനും അറിയുന്നുണ്ട്. നവീൻ ആകെ വിഷമത്തിലാണ് കേട്ടോ. നവീൻ വളരെ ധൃതി വെച്ച് തന്നെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ ഇപ്പൊ എവിടെ പോവുക? നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, പിന്നെ നീ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. നന്ദു ഇല്ലേ, നന്ദുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവളിപ്പോ ഹോസ്പിറ്റലിലാ, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്നൊക്കെ തന്നെ പറയുക. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി, എങ്ങനെയാ ആ അപകടം സംഭവിച്ചത് എന്നൊക്കെ വളരെ ആകാംക്ഷയോടെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നവീൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല മുത്തശ്ശ, കുറച്ച് മുമ്പ് കൂടി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കുറച്ച് ഗുണ്ടകൾക്കെതിരെ കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. നന്ദു അറസ്റ്റ് ചെയ്ത ഗുണ്ടകൾ തന്നെ അവര്. കേസ് കോടതിയിൽ വന്നപ്പോഴേക്കും ഞാനാ വാദിച്ചത്. നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയാ വന്നത്. കേസ് ജയിച്ച സന്തോഷത്തിന് അവൾ ഇന്ന് എനിക്കൊരു ട്രീറ്റ് തന്നതാ. ഉച്ചക്കത്തെ ലഞ്ച് അവളുടെ വകയായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതാ. പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് കുറച്ചധികം വർക്കുകൾ തീർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പോയതാ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു പിക്കപ്പാൻ വന്ന് അവളുടെ വണ്ടിയിൽ ഇടിച്ചത്. എന്തായെന്ന് അറിയില്ല മുത്തശ്ശ, ഞാൻ എന്തായാലും ഒന്ന് പെട്ടെന്ന് തന്നെ ചെല്ലട്ടെ. എല്ലാരും നല്ല വിഷമത്തിലാ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ നവീൻ. അപ്പൊ മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അല്ല ഇവനിതെന്താ പറ്റിയത്? നന്ദുവിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് കേട്ടപ്പോഴേക്കും ഇവൻ എന്തിനാ ഇത്ര ടെൻഷനാകുന്നേ? ഇവന് നല്ല വിഷമമുണ്ടല്ലോ. ഇനിയിപ്പം ഇവന്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു തന്നെയാണോ എന്നിങ്ങനെ മുത്തശ്ശനും സംശയിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നവീനും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം നവീൻ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് റൂമിലോട്ട് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദുവിന് എങ്ങനെയുണ്ടെന്നൊക്കെ. ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പൊ ഒന്നും പറയാനായിട്ടില്ല, എന്നാലും കൂടെയുള്ള ഡ്രൈവർക്ക് വളരെ സീരിയസ് ആണ്. നന്ദുവും ഇപ്പോൾ അബോധാവസ്ഥയിൽ തന്നെയാണ്. ബോധം തെളിഞ്ഞെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. എന്തായാലും 24 hours ഒബ്സർവേഷനിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ തന്നെ പറയുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ നന്നായിട്ട് ഹെഡ് ഇഞ്ചുറി ആയിട്ടുണ്ട്. ഞാനത് അവരോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തായാലും നോക്കാം, ഒബ്സർവേഷനിലാണെന്നൊക്കെ തന്നെ ഡോക്ടേഴ്സ് പറയുകയാണ്. അങ്ങനെ ICU റൂമിൽ കിടക്കുന്ന നന്ദുവിനെ പുറത്തു നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നവീനും ഡോക്ടറിന്റെ റൂമിൽ നിന്ന് വളരെ വിഷമത്തോടെ പുറത്തു വരുന്ന കാണുന്ന എനിക്ക് പിന്നെയും ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം നന്ദുവിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഇവൻ ഈ വാർത്ത അറിഞ്ഞ ഉടനെ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. ഇനിയിപ്പോ ഇവൻ ഈ സത്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ചു പറയുവോ? കാരണം എല്ലാവർക്കും തന്നെ ഞാനും നന്ദുവും ഒന്നിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതിലുപരി നവീനും നന്ദുവും ഒന്നിക്കുന്നതിനോട് എല്ലാവർക്കും സമ്മതവുമാണ്. എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. അന്ന് ആദർശേട്ടനെ എയർപോർട്ടിലാക്കാൻ പോയ സമയത്തും ആദർശേട്ടന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞല്ലോ. നന്ദുവിന് പറ്റിയ ഒരു പയ്യനാണ് നവീൻ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വല്യച്ഛനോട് സംസാരിച്ചപ്പം വല്യച്ഛനും ഇക്കാര്യം തന്നെയല്ലേ പറഞ്ഞത്. നവീനും നന്ദുവാണ് ഒന്നിക്കുന്നെങ്കിൽ അവർക്കത് സന്തോഷമേ ഉള്ളൂ എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ നവീനോട് വലിയൊരു മതിപ്പ് തന്നെയുണ്ട്. അതിലുപരി നന്ദുവിന് പറ്റിയ ഒരു പയ്യനാണ് നവീനെന്നും എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഇനിയും ഞാൻ സ്നേഹിച്ച പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് പോവുമോ, എനിക്ക് അവളെ നഷ്ടമാവോ എന്നൊക്കെ ഓർത്ത് തന്നെ അനി വല്ലാത്ത വിഷമത്തിലിരിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ ദേവയാനി നവീനോട് ചോദിക്കുന്നുണ്ട്, ആഹാ മോനെന്താ മോനെ ഇവിടെ, നന്ദുവിന്റെ വിവരം അറിഞ്ഞിട്ട് വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതേ അമ്മേ, ഞാൻ നന്ദുവിന്റെ വിവരം അറിഞ്ഞിട്ട് തന്നെ വന്നത്. കുറച്ചു മുമ്പ് കൂടി ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് ഇവക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് നമ്മൾ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കുകയാണ്. നവീനും വല്ലാതെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴേക്കും എല്ലാവർക്കും നവീനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിലാക്കിയാണ് കേട്ടോ നമ്മുടെ അനി. എന്നിട്ട് നവീൻ അനിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ ഇത്, ഞാൻ എങ്ങനെ സഹിക്കുവാടാ, നന്ദുവിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിക്കുക. ചങ്ക തകർന്നു നിൽക്കുന്ന അനിയോടാണ് കേട്ടോ നവീൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടു, തലയ്ക്ക് നല്ല ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പോഴും നന്ദു അബോധാവസ്ഥയിൽ തന്നെയാണ്. ഒന്ന് റിക്കവർ ആയാലേ എന്തെങ്കിലും പുരോഗതി ഉണ്ടോന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെയാ ഡോക്ടേഴ്സ് പറഞ്ഞെന്നൊക്കെ നവീൻ പറയുമ്പോഴേക്കും അനി ആകെ തകർന്ന മട്ടിലാണ് ഇരിക്കുന്നത്. നന്ദുവിന്റെ കാര്യത്തിൽ നവീൻ ഇത്രത്തോളം വിഷമിക്കുന്നത് കാണുമ്പോഴേക്കും എനിക്കത് സഹിക്കാനും പറ്റുന്നില്ല. എനിക്ക് നല്ല ദേഷ്യമൊക്കെ തോന്നുകയാണ് കേട്ടോ നവീനോട്. നവീൻ നല്ലൊരു സുഹൃത്തൊക്കെ ആണെങ്കിലും തന്റെ കാമുകിയെ അവൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ്. അനി ചോദിക്കുന്നുണ്ട് നവീനോട്, അല്ല നവീനെ, നീ ഓഫീസിൽ പോകുന്നില്ലേ? നിനക്ക് കുറച്ച് വർക്കുകളൊക്കെ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നീ മുമ്പേ പോയത്? നീ വേണമെങ്കിൽ പൊയ്ക്കോ, ഇവിടെ ഞാനുണ്ടല്ലോ എന്നിങ്ങനെ അനി പറയുമ്പോഴേക്കും
നവീൻ പറയുന്നുണ്ട്, ഏയ് ഇല്ലടാ, നന്ദുവിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് എങ്ങനെയാടാ പോകാൻ പറ്റുന്നത്? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ട് അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ തോന്നുവടാ. വേണ്ട, ഞാനും കൂടി ഇവിടെ നിൽക്കാം. എന്തായാലും അവൾ ആദ്യം റിക്കവർ ആകട്ടെ, അവൾക്ക് ബോധം തെളിയട്ടെ, എന്നിട്ട് ഞാൻ അവളോട് സംസാരിച്ചിട്ടൊക്കെ പോകുന്നുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പോഴേക്കും അനിക്ക് പിന്നൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അനി മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, നീ എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? ഞാൻ നിന്നെ വിളിക്കണമെന്ന് ഓർത്താ. പിന്നെ ഈ വിവരം അറിഞ്ഞപ്പം എനിക്ക് ആകെ പിടിവിട്ടതുപോലെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി എന്ന് ഓർത്ത് സ്പീഡിൽ വരികയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിന്നെ വിളിച്ചില്ല എന്നൊക്കെ തന്നെ പറയുകയാണ്. നന്ദുവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് ആകെ വേവലാതിയായിരുന്നു. സത്യം പറയാലോ, ഇവിടെ എത്തിയപ്പോഴേ എനിക്കൊന്ന് സമാധാനമായത്. എന്റെ ശ്വാസം ഒന്ന് നേരെയായതെന്നൊക്കെ തന്നെ നവീൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അനി എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, നവീനെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എന്ത് സംഭവിച്ചാലും എന്റെ പെണ്ണിനെ ഞാൻ ഒരിക്കലും നിനക്ക് വിട്ടു തരില്ല. നീ എന്റെ സുഹൃത്തൊക്കെയാണ്, എല്ലാം സമ്മതിച്ചു. എന്നാലും ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ നന്ദുവിനെ ഇനി ആർക്കും വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞെങ്കിലും ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു വിവരം തന്നെ ലഭിക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് ദേവയാനിയും നയനയും കൂടിയിട്ട് അനിയോട് പറയുന്നുണ്ട്, മോനെ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഇവിടെ ഇപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. മോൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മോൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. മോൻ ഓഫീസിലോട്ട് പൊക്കോ, ആദർശം കൂടി ഇല്ലാത്തതല്ലേ. അപ്പോൾ പിന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ മോനെ. മോൻ ഓഫീസിലേക്ക് പൊക്കോ, എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ ഞങ്ങൾ മോനെ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പോൾ അത് നമ്മുടെ അനിക്ക് അനുസരിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആകുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം എനിക്ക് പിന്നെയും വിഷമാണ് ആകുന്നത്. കാരണം നന്ദുവിന്റെ എന്തെങ്കിലും ഒരു വിവരം അറിയാതെ എങ്ങനെ മനസ്സമാധാനത്തോടെ ഇവിടുന്ന് പോവുക? അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക എന്നാൽ അവർ പറയുന്നത് കേൾക്കാതിരിക്കാനും കഴിയാത്ത ഒരവസ്ഥയിലാണ്. ആ സമയത്ത് നവീനും അനിയോട് അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. എടാ, നീ വേണമെങ്കിൽ പൊയ്ക്കോ, ഓഫീസിൽ ഇപ്പം വേറെ ആരും ഇല്ലല്ലോ, എല്ലാം നോക്കി നടത്തുന്നത് ഇപ്പൊ നീ തന്നെയല്ലേ. ആദർശേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീയും കൂടെ ഓഫീസിലില്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും ഇപ്പൊ ഞാനുണ്ടല്ലോ, എന്തുണ്ടെങ്കിലും ഞാൻ നിന്നെ വിളിച്ച് വിവരം അറിയിക്കാം. നീ ധൈര്യമായിട്ട് പോ എന്നൊക്കെ തന്നെ പറയുകയാണ്. നവീനും കൂടെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും അനി ആകെ പിടിവിട്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. അനിക്ക് എല്ലാ സത്യങ്ങളും നവീന്റെ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയാനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആശുപത്രി ആയതുകൊണ്ടും എല്ലാവരും അവിടെ ഉള്ളത് കൊണ്ടും നമ്മുടെ അനി എല്ലാം കടിച്ചു പിടിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ അനിയെ അവസാനം അവരെല്ലാവരും കൂടെ തന്നെ അവിടുത്തെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഭയങ്കര വിഷമത്തോടെ മനസ്സോടെ തന്നെ ആശുപത്രിപ്പടി ഇറങ്ങി പോവുകയാണ് നമ്മുടെ അനി. ഈ ഒരു സമയം കൊണ്ട് തന്നെ നവീൻ അവിടെ കനകയോടും ഗോവിന്ദനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവരോട് പറയുന്നത്. കുറച്ചു മുമ്പും നന്ദുവിനെ ഞാൻ കണ്ടതാണ്. അവൾ ഞാനും കൂടെ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചത്. കേസ് ജയിച്ചതിന്റെ ഭാഗമായിട്ട് അവൾ എനിക്ക് ട്രീറ്റ് ചെയ്തതായിരുന്നു. അങ്ങനെ കണ്ട് ഞങ്ങൾ പിരിഞ്ഞതാ. ഇത്ര പെട്ടെന്ന് അവൾക്ക് ഇതുപോലൊരു അപകടം സംഭവിക്കുമെന്ന് ഓർത്തില്ല എന്നൊക്കെ തന്നെ നവീൻ പറയുമ്പം കനയ്ക്കങ്ങ് കരച്ചിൽ വരികയാണ്. അപ്പൊ കനക പറയുന്നുണ്ട്, മോനെ, ഞങ്ങൾ അവളോട് ആകുന്ന പറഞ്ഞതാ ഈ ഒരു ഫീൽഡിലേക്ക് പോകണ്ടെന്ന്. അവളൊരു പെൺകുട്ടിയല്ലേ, അവളോട് എത്ര പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെന്ന് പറഞ്ഞാൽ അവൾ ഇത് തെരഞ്ഞെടുത്തത്. ഇനിയിപ്പം ആ ഗുണ്ടകളുടെ ആരെങ്കിലും ആണോ ഈ വാഹനാപകടം സൃഷ്ടിച്ചതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലുള്ള ആപത്തുകളൊക്കെ വരും എന്നുള്ളത് ഞങ്ങൾക്ക് പേടിയാ മോനെ. അവൾ കാക്കിയിടുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെയും അവളുടെ ഇഷ്ടം അതാണല്ലോ നോർത്താ എല്ലാത്തിനും സമ്മതം മൂളിയത്. ഓരോ ദിവസവും ഞങ്ങൾ കടന്നു പോകുന്നത് ഇതുപോലെ ഒരു തീ കൂടിയാണ് മോനെ. അവൾ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആ സമാധാനം ഇല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നവീനും പറയുന്നുണ്ട്, അതേ അമ്മേ, എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു അഭിപ്രായമാണ് തോന്നുന്നത്. നന്ദുവിനെ പോലെ ബോൾഡായിട്ടുള്ള പെൺകുട്ടികളെ ഇഷ്ടമാണ്. എന്നാലും ഇതുപോലൊരു കരിയർ ആകുമ്പോഴേക്കും കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിട്ടുകളയണം. ഇതുപോലുള്ള ക്രിമിനൽസ് ഒക്കെ ഏത് രീതിക്കാണ് പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും നന്ദുവിനോട് ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോഴും അവൾ പറയുന്നത് അവളുടെ പ്രൊഫഷൻ വിട്ടുകളയാൻ അവൾക്ക് താല്പര്യമില്ലെന്ന്. അവൾ ആഗ്രഹിച്ച് നേടിയ ജോലിയാണ്, അതുകൊണ്ട് അത് വിട്ടുകളയത്തില്ലെന്ന് തന്നെ അവളും പറയുന്നത്. എന്ത് ചെയ്യാനാമേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ കനക പറയുന്നുണ്ട്, മോനൊന്ന് അവളോട് സംസാരിച്ച് നോക്ക്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നന്ദുവിന്റെ കാര്യത്തിൽ നവീൻ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയൊക്കെ കാണുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദുവിനോട് നവീൻ എന്തോ ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അത് നവീന്റെ സംസാരത്തിൽ നിന്ന് തന്നെ കനയ്ക്കും ഗോവിന്ദനും ഒക്കെ മനസ്സിലാവുന്നുമുണ്ട്. അങ്ങനെ അധികം സമയമൊന്നും എടുക്കാതെ തന്നെ എല്ലാവരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ നവീന് സാധിച്ചു. നന്ദുവിന് പറ്റിയ ഒരു പയ്യൻ തന്നെയാണ് നവീൻ എന്നുള്ളത് എല്ലാവരുടെ മനസ്സിൽ ഇപ്പൊ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമായി മാറിക്കഴിഞ്ഞു. എന്തായാലും നന്ദുവിന് ഇതുപോലെ ഒരു അപകടം സംഭവിച്ചാൽ നവ്യക്ക് നല്ല സന്തോഷമാണ്. നവ്യ അത് നയനയുടെയും ദേവാനിയുടെയും ഒക്കെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, എന്നെയും എന്റെ ഭർത്താവിനെയും ഇത്രത്തോളം ദ്രോഹിച്ചില്ലേ അവള്. എന്റെ കൺമുമ്പിലിട്ട അവളെ നവ്യെ തല്ലി ചതച്ചത്. അവളുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, എന്നിട്ടും അവൾ അനുസരിച്ചില്ല. അച്ഛനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു നോക്കി, എന്നിട്ട് പോലും അബി അവള് വിട്ടയക്കാൻ തയ്യാറായില്ല. 14 ദിവസം എന്റെ അബിയെ അവള് ജയിലിൽ കിടത്തി. അതിനൊക്കെയുള്ള ശിക്ഷയായപ്പോൾ കിട്ടിയത് അവൾക്ക്. എന്നിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നയനയുടെ അടുത്താണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നവ്യ പറയുന്നത്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്താ നവ്യ ഇതൊരു ആശുപത്രിയാണ്, ഇവിടെയും നീ വീട്ടിലെ പോരെടുക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, ഏയ് ഞാനൊരു പോരും എടുക്കാൻ വന്നതല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. നീയും കരുതിയിരുന്നോ, നിനക്കും ഇതുപോലൊരു നല്ല തിരിച്ചടി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ദൈവം വലിയവനാടി, എപ്പോഴും ദൈവം നിന്റെ ഭാഗത്ത് മാത്രമായിരിക്കും നീ കരുതണ്ട.
ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ എത്രത്തോളം നിങ്ങൾ വിഷമിപ്പിച്ചു, അതിനൊക്കെയുള്ള ഒരു തിരിച്ചടി എന്തായാലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ നവ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാവരെയും ഭയങ്കര സങ്കടത്തിലാക്കിയിരിക്കുകയാണ് ഈ ഒരു വാഹനാപകടം. അതുപോലെ തന്നെ ആബിക്കും ജലജയ്ക്കൊക്കെ ഇത് ഒരുപാട് സന്തോഷമാണ്. അവരുടെ മനസ്സിൽ ഒരു ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷം തന്നെയാണ്. ഇതുപോലെ ഒരു അപകടം നടക്കുമെന്ന് അവർ വിചാരിച്ചില്ല. ആദർശനെ ഗൾഫിൽ കൊടുക്കാനുള്ള എല്ലാ പണികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആദർശന് അവിടുത്തെ കെണിയിൽ വീഴ്ത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു സന്തോഷ വാർത്ത കാത്തിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു സന്തോഷ വാർത്ത അവരെ തേടിയെത്തിയത്. എന്തായാലും അവർ നല്ല സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.